4 ചുവരുകളും മേൽക്കൂരയും ഉണ്ടെങ്കിൽ ഒരു കെട്ടിടമാവും, ദേവാലയമാവില്ല. ദേവാലയമാകണമെങ്കിൽ അവിടെ നമ്മുടെ വിശ്വാസികളുടെ തീക്ഷ്ണമായ പ്രാർത്ഥന അവിടെ ഉണ്ടാകുമ്പോഴാണ് ദേവാലയത്തിന്റെ അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല കുടുംബത്തിന് വേണ്ടി, നല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാകണം നമ്മുടേത്. എപ്പോഴും നമുക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. നല്ല സമൂഹവും നല്ല കുടുംബവും ഉണ്ടായാൽ മാത്രമേ നമുക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിലെ സ്നേഹവും കുടുംബത്തിലെ സൗഹൃദവും എപ്പോഴും നിലനിർത്താൻ കഴിയണം. ഈ ജൂലൈ 18-ാം തീയതി ഈ സഭാംഗവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം കൂടിയാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് ഈ ജൂലൈ 18. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. 128-ാം സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിലൂടെ ജീവിക്കുന്നവൻ ഏവനും ഭാഗ്യവാൻ. അവന്റെ കൈകളുടെ അധ്വാനത്തിന്റെ ബലം അവൻ അനുഭവിക്കും. അവൻ ഭാഗ്യവാൻ, അവന് നന്മ വരും. നിന്റെ വീടിനകത്ത് നിന്റെ ഭാര്യ ബലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ പോലും ഇരിക്കും. യഹോവ ഭക്തനായ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാണ്. യഹോവ നിന്നെ സിയോനിൽ നിന്നും അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ യെരുശലേമിന്റെ നന്മ നിനക്ക് കാണാൻ കഴിയും. നിനക്ക് നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണാൻ കഴിയും. കുടുംബത്തെക്കുറിച്ചുള്ള വലിയ സങ്കല്പമാണ്, എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സങ്കല്പം. ആ സങ്കല്പമാണ് ക്രൈസ്തവ വിശ്വാസമാണ്. ഏറ്റവും ക്രൈസ്തവ സഭകളാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്.